നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയ ഒരു ആഗോള രാഷ്ട്രീയ സത്യം തുറന്നു കാട്ടുന്ന ഒന്നാണ്. ഇന്ത്യയെ ഒരു ആഗോള വൻശക്തിയായി വളരാനായിട്ട് അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ല എന്ന വാർത്തകൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? അടുത്തിടെ 2024 റായ്സീന ഡയലോഗിൽ അമേരിക്കൻ ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മിസ്റ്റർ ക്രിസ്റ്റഫർ ലാൻഡോ പറഞ്ഞൊരു വാചകമുണ്ട്. 20 വർഷം മുമ്പ് ചൈനയോട് ചെയ്ത അതേ തെറ്റ് ഇന്ത്യയോട് ഞങ്ങൾ ആവർത്തിക്കില്ല, ഇന്ത്യയെ ഒരു പടങ്ങ് വളർന്ന് വലുതാവാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. അമേരിക്ക ഇന്ത്യയെ എങ്ങനെയാണ് കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. ഇന്ത്യ വെറുമൊരു കമ്പോളമായി മാത്രം കണ്ടിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുടെ വളർച്ച കണ്ട് ഭയപ്പെടുകയാണ്. കഴിഞ്ഞ കാലം അമേരിക്കൻ ഭരണകൂടങ്ങൾ മുതൽ ഇന്നത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം വരെ എങ്ങനെയാണ് നേരിട്ടും അല്ലാതെയും ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക വളർച്ചയെ അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നും എങ്ങനെ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ലോകരാജ്യങ്ങളുമായിട്ട് സമാന്തര സഖ്യങ്ങളുണ്ടാക്കി ഇന്ത്യ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത് എന്നതിൻ്റെ ഒരു സമ്പൂർണ്ണ ഡീപ്പ് റിസർച്ച് റിപ്പോർട്ടാണ് ഇത്. ഇന്ത്യയും അമേരിക്കയും ഇന്ന് വലിയ തന്ത്രപ്രധാന പങ്കാളികളാണ്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ നിർണായക ഘട്ടങ്ങളിൽ ഒന്നും അമേരിക്ക നമ്മളോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ തങ്ങളുടെ നാവികസേനയുടെ 7ാം കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു. ഇന്ത്യയുടെ മേളിൽ അണുബോംബ് ഇടുമെന്നായിരുന്നു അമേരിക്കയുടെ ഭീഷണി. അന്ന് നമ്മുടെ സഹായത്തിനെത്തിയത് സോവിയറ്റ് യൂണിയനാണ്. അതുപോലെ 1998 പോഖ്രാൻ ഉപരോധം. പോഖ്രാനിൽ ഇന്ത്യ അണുപരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യയെ സാമ്പത്തികമായിട്ട് തകർക്കാനായിട്ട് അമേരിക്ക കടുത്ത ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത്. അതും നമ്മൾ അതിജീവിച്ചു. പിന്നെ നമ്മൾ കണ്ടതാണ് ക്രയോജനിക് സാങ്കേതികവിദ്യയുടെ നിഷേധം. ഇന്ത്യ തങ്ങളുടെ GSLV റോക്കറ്റുകൾക്കായിട്ട് റഷ്യയിൽ നിന്നും കുറഞ്ഞ ചെലവിൽ ക്രയോജനിക് എഞ്ചിൻ വാങ്ങാൻ കരാർ ഒപ്പിട്ടു. എന്നാൽ അമേരിക്ക അത് തടഞ്ഞു. പിന്നീട് ഇന്ത്യ അത് തദ്ദേശീയമായിട്ട് വികസിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പെട്ടെന്നാണ് ISRO ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനെതിരെ വ്യാജ ചാരക്കേസ് ഉണ്ടാക്കുന്നതും ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാം വർഷങ്ങളോളം പിന്നോട്ട് പോകുന്നതും. ഇതിൻ്റെ പിന്നിൽ അമേരിക്കൻ ചാരസംഘടനയായ CIA ആയിരുന്നു എന്ന് ഇന്നും നമ്മളെല്ലാവരും ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കാലത്തിൻ്റെ കാവ്യനീതിയും കൂടെ നമ്മളൊന്ന് കാണണം. ഇന്ന് ഇന്ത്യ വികസിപ്പിച്ച അതേ ക്രയോജനിക് എഞ്ചിൻ്റെ കരുത്തിൽ നാസയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിട്ട് അമേരിക്ക ഇന്ത്യയുടെ സഹായം തേടുന്നു. ഇതാണ് പുതിയ ഇന്ത്യയുടെ കരുത്ത്. നേറ്റോ രാജ്യങ്ങളെപ്പോലെ അമേരിക്കയുടെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു രാജ്യമാകാനായിട്ട് ഇന്ത്യ തയ്യാറല്ല. സ്വന്തം ജനതയുടെ താല്പര്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനായിട്ട് അമേരിക്ക ശ്രമിച്ചപ്പോൾ ഇന്ത്യ അത് മുഖവിലയ്ക്ക് എടുത്തില്ല. അമേരിക്കൻ ഉപരോധ ഭീഷണികളുടെ ഇടയിലും ഇന്ത്യ റഷ്യയിൽ നിന്നും വിലക്കുറവിൽ ധാരാളം എണ്ണ ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ഡോളറിന് പകരമായിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്താനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ അമേരിക്കൻ സാമ്പത്തിക സാമ്രാജ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ മേളിൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ചില ബോധപൂർവമായ കള്ളപ്രസ്താവനകളിലൂടെ ഇന്ത്യൻ സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ ദുർബലപ്പെടുത്താനായിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. 2025 ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ വൻ മിന്നലാക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് അവകാശപ്പെട്ടത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ആണവ യുദ്ധം ഒഴിവായതെന്ന്. എന്നാൽ ഇന്ത്യ ഇത് പൂർണ്ണമായിട്ട് നിഷേധിച്ചു. തങ്ങളുടെ സൈനിക കരുത്താണ് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതെന്ന് ഇന്ത്യ വളരെ സ്പഷ്ടമായിട്ട് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ട ഏറ്റവും പുതിയ ജൽപ്പനമാണ് ഇന്ത്യക്ക് റഷ്യയുടെ എണ്ണ വാങ്ങാൻ 30 ദിവസത്തേക്ക് ഞങ്ങൾ അനുമതി നൽകുന്നു എന്ന്. ഇന്ത്യ സ്വന്തം താല്പര്യപ്രകാരമാണ് റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നതും വാങ്ങുന്നതും വാങ്ങാൻ പോകുന്നതും. ഈ ഒരു അമേരിക്കയുടെ പ്രസ്താവന വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രാലയം സ്പഷ്ടമായിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ ധാരാളമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ പോകുന്നു എന്ന്. റഷ്യ അതിനോട് പ്രതികരിച്ചത് ഇന്ത്യ എത്ര എണ്ണ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ നൽകാൻ തയ്യാറാണെന്നാണ്. അതുപോലെ തന്നെ റഷ്യയുടെ എണ്ണക്കപ്പലുകൾ ഡെസ്റ്റിനേഷൻ ഇന്ത്യ എന്ന് ഡിക്ലെയർ ചെയ്ത് പരസ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന കാഴ്ചയും ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. എന്നാൽ അമേരിക്കയുടെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസ്താവന ഇറക്കിയത് ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക 30 ദിവസത്തെ ഇളവ് നൽകുന്നു എന്നാണ്. അതായത് തങ്ങളുടെ അനുമതിയോടെയാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വിഫല ശ്രമം.
പിന്നെ നമ്മൾ കണ്ടതല്ലേ അമേരിക്കയുടെ സീറോ താരിഫ് വാദം. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണമായ നികുതി ഇളവ് നൽകിയെന്ന് ട്രംപ് ഭരണകൂടം അവകാശപ്പെട്ടത്. ഇതും ഇന്ത്യ നിഷേധിച്ചു. അവസാനം ഇന്ത്യൻ കർഷകരെ വഞ്ചിക്കുന്ന ഒരു നടപടിയും ഇന്ത്യൻ സർക്കാർ എടുത്തിട്ടില്ല എന്ന് നമ്മുടെ വാണിജ്യ മന്ത്രാലയവും അമേരിക്കയും വ്യക്തമാക്കേണ്ടി വന്നില്ലേ? ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ നുണപ്രചരണങ്ങളും ജൽപ്പനങ്ങളും ഇന്ത്യയുടെ പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. ഇന്ത്യയെ ആഭ്യന്തരമായിട്ട് ഭിന്നിപ്പിക്കുക എന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ലക്ഷ്യമാണ് ഇതിലൂടെ വിജയിക്കുന്നത്. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് വർഷങ്ങളായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ രഹസ്യമായിട്ട് ഇടപെടുന്നുണ്ട്. ജോർജ് സോറോസിനെ പോലെയുള്ള ശതകോടീശ്വരന്മാർ ഇന്ത്യയിലെ സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് കോടിക്കണക്കിന് ഡോളറാണ് ഒഴുക്കുന്നത്. ഇന്ത്യയിലെ വൻകിട വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഡീപ് സ്റ്റേറ്റിൻ്റെ ശക്തമായ ഒരു അജണ്ടയാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റ് സമരം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഇന്ത്യയുടെ കോപ്പർ ഉൽപ്പാദനത്തിൻ്റെ 40% നിർവഹിച്ചിരുന്ന ഈ പ്ലാന്റ് വിദേശ ഫണ്ടിംഗ് ലഭിച്ച സമരങ്ങളെ തുടർന്ന് അടച്ചുപൂട്ടി. കോപ്പർ കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് അത് ഇറക്കുമതി ചെയ്യുകയാണ്. അതുപോലെ തന്നെ കൂടംകുളം ആണവ നിലയം, നർമ്മദ അണക്കെട്ട്, വിഴിഞ്ഞം തുറമുഖം, ഇതിനെല്ലാമെതിരെയുള്ള സമരങ്ങളിലും ശക്തമായ വിദേശ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, ബ്ലൂംബെർഗ്, BBC തുടങ്ങിയ മാധ്യമങ്ങൾ എപ്പോഴും ഇന്ത്യക്കെതിരായിട്ടുള്ള വാർത്തകൾ പടച്ചുവിടാനായിട്ട് മത്സരിക്കുകയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന വ്യാജ വാർത്തകൾ നൽകി ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങൾ വരെ തടയാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഈ ഗൂഢാലോചനകളെയും സമ്മർദ്ദങ്ങളെയും പുതിയ ഇന്ത്യ നേരിടുന്നത് വളരെ തന്ത്രപരമായിട്ടാണ്. നമ്മൾ അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നില്ല, മറിച്ച് സമാന്തര സഖ്യങ്ങളുണ്ടാക്കി ലോകവേദിയിൽ ഇന്ത്യ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ത്യയുടെ വികസനം തടസ്സപ്പെടുത്തുന്ന NGOകളുടെ വിദേശ ഫണ്ടിംഗ് സർക്കാർ തടഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ നിയമം കർശനമാക്കി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഉള്ളിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഗ്രീൻ പീസ് ഉൾപ്പെടെയുള്ള 20,600-ലധികം NGOകളുടെ ലൈസൻസാണ് ഇന്ത്യ റദ്ദാക്കിയത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് ഉപയോഗിക്കാനായിട്ട് ഇന്ത്യ ഇനി അനുവദിക്കില്ല. അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാനായിട്ട് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് നേരിട്ട് വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. UAE-യുമായിട്ട് CEPA കരാർ ഒപ്പിട്ട ഇന്ത്യ ഇപ്പോൾ വ്യാപാരം നടത്തുന്നത് ഡോളറിലല്ല, മറിച്ച് ഇന്ത്യൻ രൂപയിലും UAE ദിർഹത്തിലുമാണ്. ഓസ്ട്രേലിയയുമായിട്ട് ECTA കരാർ വഴി വ്യാപാരം ഇന്ത്യ ശക്തമാക്കി. റഷ്യയുമായിട്ടുള്ള വ്യാപാരവും റൂബിൾ അടിസ്ഥാനത്തിൽ നടപ്പാക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യത്തിന് വലിയൊരു പ്രഹരമാണ്. അതുപോലെ തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ടാക്കിയ കരാറ്, ഇന്ത്യയും ഇംഗ്ലണ്ടുമായിട്ടുണ്ടാക്കിയ കരാറ്, ഇന്ത്യയും സൗദി അറേബ്യയുമായിട്ട് ഇന്ത്യൻ രൂപയിലുള്ള ക്രയവിക്രയം, ഇതെല്ലാം അമേരിക്കയെ തെല്ലൊന്നും അല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ ഇത്രയധികം സമ്മർദ്ദങ്ങളുടെ ഇടയിലും ഇന്ത്യ ഫ്രാൻസുമായിട്ട് മികച്ച ബന്ധമാണ് പുലർത്തുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങളും സ്കോർപിയൻ അന്തർവാഹിനികളും ഫ്രാൻസിൽ നിന്ന് വാങ്ങുകയും ഭാവിയിൽ അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള കരാറ് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. ഇസ്രായേലുമായിട്ടുള്ള പ്രതിരോധ സഹകരണം, അമേരിക്കയുടെ ചില എതിർപ്പുകൾ പോലും വകവയ്ക്കാതെ ഇസ്രായേലിൽ നിന്നും അത്യാധുനിക ഡ്രോണുകളും റഡാർ സംവിധാനങ്ങളും ഇന്ത്യ സ്വന്തമാക്കുന്നുണ്ട്. അതുപോലെ അമേരിക്കയുടെ കാറ്റ്സ ഉപരോധ ഭീഷണിയെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 വാങ്ങിയതും ഇനിയും ഒരു 5 ബാറ്ററിയും കൂടെ വാങ്ങാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നതും. ഇതിനെല്ലാം പുറമെ പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇന്ന് 85-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. അമേരിക്കൻ കമ്പനികളെ മാത്രം ആശ്രയിക്കാതിരിക്കാനായിട്ടാണ് ഇന്ത്യ ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നമ്മുടെ രാജ്യത്ത് വലിയ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. ആപ്പിൾ ഐഫോണുകളുടെ 25% നിർമ്മാണം ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ടാറ്റ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബുകളായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പണ്ട് അമേരിക്കയോ പാശ്ചാത്യ രാജ്യങ്ങളോ ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചാൽ പ്രതിരോധത്തിലാകുന്ന ഒരു ശൈലിയായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ നയതന്ത്രം വളരെ അഗ്രസീവായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സ്ഥാനപതികൾ അതിരുവിട്ടാൽ അവരെ സൗത്ത് ബ്ലോക്കിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് നൽകാൻ ഇന്നത്തെ ഇന്ത്യക്ക് യാതൊരു മടിയുമില്ല. അടുത്തിടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനാവശ്യമായിട്ടൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. കേജ്രിവാളിന് നീതിയുക്തമായ നിയമ നടപടികൾ ഉറപ്പാക്കണമെന്ന് അമേരിക്ക ഉപദേശിച്ചതിൻ്റെ പിന്നാലെ ഇന്ത്യയിലെ അമേരിക്കൻ ആക്ടിംഗ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഗ്ലോറിയ ബെർബേനയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. ഏകദേശം 40 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ഇന്ത്യ അവർക്ക് ശക്തമായ താക്കീതാണ് നൽകിയത്.
ഇന്ത്യയുടെ നിയമവ്യവസ്ഥ സ്വതന്ത്രമാണെന്നും അതിലിടപെടാൻ അമേരിക്കയ്ക്ക് യാതൊരുവിധ അവകാശമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം മുഖത്തടിച്ച പോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ നടപ്പിലാക്കിയപ്പോൾ അമേരിക്കൻ വക്താവ് അതിൽ ആശങ്ക പ്രകടിപ്പിച്ചല്ലോ. എന്നാൽ നിങ്ങളുടെ പ്രസ്താവന തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും അനാവശ്യവും അസ്ഥാനത്തുള്ളതുമാണ്, മിസ്പ്ലേസ്ഡ്, മിസ്ഇൻഫോംഡ് ആൻഡ് അൺവാറണ്ടഡ് എന്ന് ലോകമാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഇന്ത്യ അമേരിക്കയോട് തുറന്നടിച്ചു. ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് ധാരണയില്ലാത്തവർ നമ്മളെ പഠിപ്പിക്കാൻ വരേണ്ടതില്ലെന്ന് കൃത്യമായിട്ട് താക്കീതും നൽകി. അതുപോലെ അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓഫ് ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്നൊരു സംഘടനയുണ്ട്. വർഷാവർഷം ഇന്ത്യക്കെതിരെ ഇറക്കുന്ന പക്ഷപാതപരമായ റിപ്പോർട്ടുകളെ ഇന്ന് ഇന്ത്യ ഔദ്യോഗികമായിട്ട് തന്നെ പുച്ഛിച്ച് തള്ളുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അമേരിക്കൻ ഏജൻസികൾ നടത്തുന്ന ഇടപെടലാണ് ഇതെന്നും ഇന്ത്യയെ ഉപദേശിക്കുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ വംശീയ ആക്രമണങ്ങളും തോക്ക് സംസ്കാരവും ആദ്യം നിയന്ത്രിക്കാനുമാണ് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ കർഷക സമരകാലത്ത് വിദേശ സെലിബ്രിറ്റികളെയും പാശ്ചാത്യ രാഷ്ട്രീയക്കാരെയും ഉപയോഗിച്ച് ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാനായിട്ട് ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായിട്ട് അതിനെതിരെ പാൻ ഇന്ത്യ ക്യാമ്പയിൻ നയിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ പുറത്തുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് ശക്തമായിട്ട് തന്നെ ലോകത്തോട് ഇന്ത്യ വിളിച്ചു പറഞ്ഞു. ഏഷ്യൻ രാജ്യങ്ങളെയും ഗ്ലോബൽ സൗത്തിനെയും അണിനിരത്തിക്കൊണ്ട് അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ ലോകക്രമം ഇന്ത്യ സൃഷ്ടിക്കുകയാണ്. ലോകവേദിയിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണിൽ നോക്കി അവരുടെ ഇരട്ടത്താപ്പുകൾ തുറന്നു കാട്ടുന്ന ഈ നയതന്ത്ര കരുത്താണ് ഇന്ന് ഓരോ ഭാരതീയൻ്റെയും അഭിമാനം. സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ ഒരിക്കലും മറ്റൊരു രാജ്യം തങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുന്നത് അമേരിക്ക അനുവദിച്ചിട്ടില്ല. അവർ ജപ്പാനെ സാമ്പത്തികമായിട്ട് തകർത്തു, ചൈനയുമായിട്ട് വ്യാപാര യുദ്ധം ഇപ്പോഴും നടത്തുന്നു, ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ നേർക്കും തിരിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഇന്ന് ദുർബലമായൊരു രാജ്യമല്ല. വിദേശ രാജ്യങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യക്ക് ആവശ്യമില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.